ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി നമുക്കിന്ന് ഒരു ഡോജി ക്യാൻഡലാണ് തന്നിരിക്കുന്നത്. ഡോജി അല്ല, ഒരു ഹാമർ ക്യാൻഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് താഴത്തേക്കുള്ള പ്രൈസ് ആക്ഷൻ വന്നു, സെക്കൻഡ് ഹാഫിൽ പ്രൈസ് ആക്ഷൻ വീണ്ടും മുകളിലേക്ക് വന്നു, ഒരു ബെറ്റർ ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയത്. താഴത്തേക്കുള്ള ആ ലോസ് മൊത്തം സെക്കൻഡ് ഹാഫിൽ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഈ മുന്നത്തെ രണ്ട് ദിവസത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഇൻഡിസിഷൻ പ്രൈസ് ആക്ഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. 2 ഡോജി ക്യാൻഡലാണ്. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഡോജി ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല, മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബുള്ളിഷ് സൈൻ തന്നെയാണ്. പക്ഷേ നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ഈ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ വിത്ത് വോളിയം, ഇതിന് താഴെ ഒരു പ്രൈസ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതിന് താഴെ കുറച്ച് ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെയറിഷ് മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണാമായിരുന്നു. പക്ഷേ അത് ഇന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ നാളത്തേക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെ 24,700 ലെവലൊക്കെ ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഓവറോൾ ട്രെൻഡ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ തന്നെയാണ് നിഫ്റ്റി കാണുന്നത്. ഇപ്പോൾ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റി മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ മാർക്കറ്റ്, ടോട്ടൽ ജനറൽ മാർക്കറ്റ് ഓവറോൾ ഒരു എക്സ്ട്രീംലി ഓവർ ബോട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സെൽ ഓഫ് പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അത്രയുള്ളൂ നിഫ്റ്റീനെ കുറിച്ച്. അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ ഇൻവെസ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടാർഗറ്റ് സംവർ അറൗണ്ട് 25,500 ആണ്. അപ്പോൾ അത് സ്റ്റിൽ ഇൻടാക്റ്റ് ആണ്. ഇതുവരെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. പക്ഷേ ഇത്രയും മാർക്കറ്റ് ഓവർ ബോട്ട് ആയതുകൊണ്ട് വീണ്ടും ചെറിയൊരു കറക്ഷൻ നിഫ്റ്റിയിൽ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാനാണ് ചാൻസ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഓക്കെ, സോ അത്രേ ഉള്ളൂ നിഫ്റ്റീൻ്റെ കേസ്. നമുക്ക് CNX മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലേക്ക് പോകാം. സോ CNX മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ലെവൽ അപ്രോച്ച് ചെയ്യാണ്. അതുപോലെ തന്നെ എക്സ്ട്രീംലി ബുള്ളിഷാണ് ഞാൻ പറയുകയുണ്ടായി. കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് വി ഷേപ്പ് റിക്കവറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പ്രൈസ് ആക്ഷൻ, ഈ ഒരു എക്സ്ട്രീം ബുള്ളിഷ്നെസ് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു റിവേഴ്സ് വരാം. റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 or 4 days എടുത്ത ട്രേഡ്സ് കൂടുതലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു ലെവലിലൊന്നും ആരും ട്രേഡ് അധികം എക്സ്ട്രീംലി അഗ്രസീവ് ട്രേഡ്സും കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഫോർ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിംഗ് എടുക്കരുതെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോൾ സെയിം സ്റ്റാൻസ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 4 days ആയിട്ട് എക്സ്ട്രീംലി അഗ്രസീവായ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഓവറോൾ ഞാൻ പോർട്ട്ഫോളിയോൻ്റെ ഒരു 85 to 90% ഞാൻ ഓൾറെഡി ഈ ഒരു ലെവൽസൊക്കെ ആയിട്ട് തന്നെ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒബ്വിയസ്ലി എനിക്ക് നല്ല ഓൾമോസ്റ്റ് 10% അടുത്ത് തന്നെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റ്സ് അതിൽ കൂടുതലോ എൻ്റെ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റ്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സ്ഥലത്തൊന്നും ഞാൻ കൂടുതൽ ട്രേഡ് എടുത്തിട്ടില്ല. കാരണം ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്സ് ഞാൻ നല്ല പ്രോഫിറ്റ് കുഷൻ ഉള്ളതുകൊണ്ട് ഞാനെല്ലാം പല മൂവിങ് ആവറേജും വെച്ച് ഞാൻ ട്രെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെയോ മറ്റന്നാളായിട്ട് നല്ലൊരു പ്രൈസ് ആക്ഷൻ താഴത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷന് ശേഷം വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ വീണ്ടും കൂടുതൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അഥവാ ഏതെങ്കിലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ, റൈറ്റ്. പക്ഷേ കറൻ്റ്ലി ഭയങ്കര ഓവർ ബോട്ടാണ് മാർക്കറ്റ്. അപ്പോൾ ഈ ഓവർ ബോട്ട് മാർക്കറ്റ്സിൽ നമ്മുടെ വിൻ റേറ്റ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും പറയുന്നു, വിൻ റേറ്റ് കുറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തി ട്രേഡ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയും ഇങ്ങനത്തെ ഓവർ ബോട്ട് ഇത്രയും നല്ല മാർക്കറ്റ് ഇട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രേഡ് എടുക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് വേണമെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു മൂവ്സാണ് ഞാൻ കാരണം. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8% മൂവാണ്. അതിനുശേഷം ഒരു കറക്ഷൻ വന്നത് 13 ദിവസം കൊണ്ട് 8% മൂവിന് ശേഷം കറക്ഷനാണ് വന്നത്. അപ്പോൾ ആ ഒരു സിനാരിയോ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് 9.74% മൂവ് ഓൾറെഡി നമുക്ക് 17 ഡേയ്സിൽ കിട്ടി, 20 ഡേയ്സിൽ കിട്ടി. അപ്പോൾ ഇവിടെ നിന്നും ചെറിയൊരു കറക്ഷൻ വരണം. അതാണ് ഹെൽത്തി മാർക്കറ്റിന് ബെറ്റർ. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫോണ്ടിനെ കുറിച്ച് പറയാൻ. എക്സ്ട്രീംലി ബുള്ളിഷാണ്, പക്ഷേ എക്സ്ട്രീംലി ഓവർ ബോട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ജാഗ്രതയോടുകൂടി തന്നെ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നമുക്കിനി ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസ് നോക്കുവാണെങ്കിൽ സ്റ്റോക്സ് അബൌട്ട് 20 പീരീഡ് മൂവിങ് ആവറേജ് 81% ആയിരുന്നു ഇന്നലെ. അത് ഇന്ന് എത്രയായി? 80%. അപ്പോൾ ചെറിയ വീക്ക്നെസ് കണ്ടു തുടങ്ങി. ഓൾറെഡി 84% നേരെ താഴത്തേക്ക് വീണ കേസുകൾ ഞാൻ ജൂൺ 14 ഉണ്ടായിട്ടുണ്ടായി. ഞാൻ ഓൾറെഡി പല വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സെയിം ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് വീഴുമോ അതോ വീണ്ടും ചെറിയ വീഴ്ച വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുള്ളത് നമ്മൾ നോക്കി കാണാം. പക്ഷേ ഇവിടെ ഓൾറെഡി നമുക്ക് മുകളിലേക്ക് അപ്പ് സൈഡ് എന്നുള്ള സാധനം കുറവാണ്. അതുകൊണ്ട് കൂടുതലും താഴത്തേക്ക് വരാനാണ് ചാൻസ്. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ ജൂൺ 14 84% ആയിരുന്നു. ഇവിടെ ജൂൺ 14-15 സമയത്ത് നമുക്ക് 75% എബോവ് ഓൾറെഡി പെർസെൻറ്റ് ഓഫ് സ്റ്റോക്സ് എബോവ് 50 EMA ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കേസ് ഇവിടെ ഇല്ല. ഇവിടെ ഓൾറെഡി വെറും 60% നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പുൾ ബാക്കിന് ശേഷം മുകളിലേക്ക് മൂവ് വരും. അപ്പോൾ വരുമ്പോൾ ഇതും തിരിച്ച് വീണ്ടും ഓവർ ബോട്ട് സോണിലേക്ക് പോകും. ആ പോകുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കറണ്ട് പ്രതീക്ഷ ആക്ച്വലി. അപ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് മാർക്കറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇപ്പോഴും ഇങ്ങനത്തെ ഈ സോണുകളുണ്ടോ, ഇങ്ങനത്തെ ഓവർബോട്ട് സോൺ, ഈ ഒരു ഓവർബോട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിൻ റേറ്റ് വളരെ കുറയും. ഇപ്പോൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ സെറ്റപ്പ് ഞാൻ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ്, അതായത് ട്രേഡ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബ്രേക്ക്ഔട്ട്സോ അല്ലെങ്കിൽ പുൾ ബാക്ക് സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുന്ന ചില ടൈം പീരീഡ്സ് ഉണ്ട് മാർക്കറ്റ്സിൽ, റൈറ്റ്? ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. കാരണം ഈ ഒരു ലെവലിൽ എനിക്കറിയാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ സ്ട്രാറ്റജി വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത് എൻ്റെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം പണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ സെറ്റപ്പ് കൊണ്ട് അപ്പോൾ ട്രേഡ് എടുക്കുമായിരുന്നു. അത് അഗ്രസീവായിട്ട് തന്നെ എല്ലാ സെറ്റപ്സും ഞാൻ ട്രേഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ പിന്നെയാണ് ഞാൻ ഈ മാർക്കറ്റ് എൻവിറോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റ് അവെയർനെസ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ അവെയർനെസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമ്മുടെ എല്ലാ സെറ്റപ്പും വർക്ക് ചെയ്യില്ല. അതിന് പ്രത്യേകതരം മാർക്കറ്റ് ബുള്ളിഷ് ആൻഡ് ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ സെറ്റപ്സ് കൂടുതൽ വർക്ക് ചെയ്യും. ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ സെറ്റപ്സ് കൂടുതൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഒരു ഹൈ അടിച്ചിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രമാത്രം നല്ല സെറ്റപ്പ് ആണെങ്കിൽ കൂടെ നമ്മുടെ സെറ്റപ്പ് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെയധികം കുറയും. അപ്പോൾ ആ ഒരു നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ബെയറിഷ് സോൺസിലൊക്കെ നമുക്ക് മാർക്കറ്റിലധികം ട്രേഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അഥവാ ട്രേഡ് ചെയ്യണമെങ്കിൽ ചെറിയ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ല മൂവ്മെൻറ്റ്സ്, അതുപോലെ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് കയറി ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്തറിയണം? ഈ മാർക്കറ്റ് ബ്രെത്തിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ പൊസിഷനിങ് എവിടെയാണെന്ന് അറിയണം. എന്നിട്ട് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒരു പ്രോപ്പർ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം അന്നേ ദിവസത്തേക്ക്. അല്ലാതെ ഓടിച്ചെന്ന് എല്ലാ സ്റ്റോക്കിലും പല സ്റ്റോക്കുകളിലും അപ്വേർഡ് മൂവിങ് സ്റ്റോക്സ് ഉണ്ടാവും, ബ്രേക്ക്ഔട്ട്സ് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ ബ്രേക്ക്ഔട്ട്സ് ഒരിക്കലും എല്ലാ ദിവസവും സെയിം രീതിയിൽ വർക്ക് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റുവേഷണൽ അവെയർനെസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സിറ്റുവേഷണൽ അവെയർനെസ്സിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം അത് സിറ്റുവേഷണൽ അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് എൻവിറോൺമെൻറ്റൽ അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്വിംഗ് ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോസസ് വരുമ്പോൾ ഒരുപാട് ലോസ് വരും, പക്ഷേ ഗെയിൻസ് വരുമ്പോൾ ഒരുപാട് ഗെയിൻസ് വരും. അല്ലെങ്കിൽ ഗെയിൻസ് വന്ന് നമ്മൾ നല്ലൊരു മാർക്കറ്റ് പീരീഡ് ഉണ്ടാക്കി ഗെയിൻ മൊത്തം നിങ്ങൾ ലൂസിങ് ടൈം വരുമ്പോൾ അവിടെ കൊണ്ട് കളയും. അപ്പോൾ ആ ഒരു കേസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല മാർക്കറ്റ് പീരീഡ് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നല്ല മാർക്കറ്റ് പീരീഡിൽ നല്ല അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മോശം മാർക്കറ്റ് പീരീഡിൽ നിങ്ങൾ കുറച്ച് ലെസ് അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒട്ടും ട്രേഡ് തന്നെ എടുക്കാതിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പല പല മാർക്കറ്റ് ബ്രെത്ത് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ ചാർട്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഐഡിയ ഡെറിവ് ചെയ്തെടുക്കാൻ പറ്റണം. ഞാനിവിടെ എല്ലാ ദിവസവും ഞാനിതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഓഫ്
ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ഡെയിലി എൻ്റെ വ്യൂ അബൌട്ട് ദ മാർക്കറ്റ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്യൂവിൽ നിന്ന് ഞാൻ മാർക്കറ്റിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ രീതിയിൽ എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്വിംഗ് ട്രേഡർ ഹൂസ് പ്രോഫിറ്റബിൾ എന്ന രീതിയിലേക്ക് ആവാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വി ആർ ജസ്റ്റ് ഡാബ്ലിങ് ഇൻ ദ മാർക്കറ്റ്. കുറച്ച് പ്രോഫിറ്റ്സ് ഉണ്ടാക്കും, കുറച്ച് കാശ് പോകും, വീണ്ടും കുറച്ച് പ്രോഫിറ്റ്സ് ഉണ്ടാക്കും, വീണ്ടും ഉണ്ടാക്കിയതൊക്കെ മോശം മാർക്കറ്റ് പീരീഡിൽ പോകും, അങ്ങനെ സോ ഈ ഒരു കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. സിറ്റുവേഷണൽ അവെയർനെസ് എന്ന വാക്ക് മനസ്സിലോർത്ത് വയ്ക്കുക. അപ്പോൾ സിറ്റുവേഷണൽ അവെയർനെസ് എന്തായാലും സ്വിംഗ് ട്രേഡറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിറ്റുവേഷണൽ അവെയർനെസ്സിനോട് കൂടുതൽ റിസർച്ചും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നോളജ് അബൌട്ട് സിറ്റുവേഷണൽ അവെയർനെസ് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷണൽ അവെയർനെസ്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലീസ് ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷണൽ അവെയർനെസ് ആസ് വെൽ ആസ് സ്വിംഗ് ട്രേഡിനെ കുറിച്ച് കൂടുതൽ അറിവ് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ്, ആസ് വെൽ ആസ് പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ, ആസ് വെൽ ആസ് ഇൻ ദ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്താണ് പുതിയ കാര്യങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. Happy trading and happy investing.